സർക്കാർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്ക് മോണിറ്ററിംഗ് അതോറിറ്റി എന്ത് ചെയ്തു? നിർമ്മിച്ചു. മോണിറ്ററിംഗ് അതോറിറ്റി അല്ലെ, RBI എന്ന് പറഞ്ഞ പണമിടപാട് നടത്തുന്ന സ്ഥാപനത്തിന് ഒരു മോണിറ്ററിംഗ് അതോറിറ്റി ഉണ്ട്. ആ സ്ഥാപനമാണ് ഇതിന്റെ അൾട്ടിമേറ്റം വരുന്നത് അല്ലെ. ഇന്ന് കാശിടപാടുകളൊക്കെ നോക്കുന്ന ആരാ? RBI ആണ്. ശരിയാണോ? ശരിയാണ്. LIC അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണ്ടി ഒരു മോണിറ്ററിംഗ് അതോറിറ്റി ഉണ്ട്. നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിന് ഇമിഗ്രേഷൻ ചെക്കിന് വേണ്ടി ഒരു മോണിറ്ററിംഗ് അതോറിറ്റി ഉണ്ട്. അപ്പൊ ഒരു മോണിറ്ററിംഗ് അതോറിറ്റി വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ വളർച്ചയുണ്ട് എന്നുള്ളതാണ്, അതിനെ നിയന്ത്രിക്കണം എന്നുള്ളതാണ്, അതിനെ മോണിറ്റർ ചെയ്യണം എന്നതാണ്. അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഡയറക്ട് സെല്ലിംഗിൽ മോണിറ്ററിംഗ് അതോറിറ്റി. അത് ഉദ്ഘാടനം ചെയ്തത് മറ്റാരുമല്ല, GR അനിൽ, മിനിസ്റ്റർ ഫോർ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ്, കൺസ്യൂമർ അഫയേഴ്സ് ആൻഡ് ലീഗൽ. അതായത് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഒരു ഇൻഡസ്ട്രി വരുന്നത് ഗവൺമെന്റിന്റെ കൺസ്യൂമർ അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള ഒരു മേഖലയുടെ താഴെയാണ്. അതുകൊണ്ട് ഇതിൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു ഉപഭോക്താവിന് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ആരെ ബന്ധപ്പെടാം? കൺസ്യൂമർ അഫയേഴ്സിൽ പോയി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് അതിനുള്ള ആക്ഷൻ എടുത്ത് 60 ദിവസത്തിനുള്ളിൽ അത് പരിഹരിച്ചില്ലെങ്കിൽ ആ കമ്പനിയുടെ ലൈസൻസ് ലീഗലി ഗവൺമെന്റ് കട്ട് ചെയ്ത് കളയും.